ഹലോ ഫാമിലി. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ 40+ വേണമെങ്കിൽ 30+നും കൂട്ടിക്കും. എനിക്ക് 42 വയസ്സായി. എൻ്റെ 20+ ഇരുന്ന മേക്കപ്പ് അല്ല ഞാൻ എൻ്റെ 30+ ചെയ്യുന്നത്. 30+ലുള്ള സ്കിന്നല്ല എൻ്റെ 20+ലുള്ളത്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ 40+ ആകുമ്പോൾ നമുക്കുണ്ടാവുന്ന കുറച്ച് ഒരു സെൽഫ് കോൺഫിഡൻസിന്റെ കുറവെന്നൊക്കെ പറയാം. ചിലവർക്ക് ഒരു മിനിമൈസ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് പോയാൽ മതി. ചിലവർ 20+ൽ എങ്ങനെയാണോ ചെയ്തത് അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ അവർ സ്കിന്നൊക്കെ നല്ല രീതിയിൽ നോക്കണ്ടാവട്ടെ. ഞാനൊരു മീഡിയം രീതിയിൽ സ്കിന്നൊക്കെ നോക്കോടാ. ഒരു മാസം നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നോക്കത്തില്ല. അപ്പൊ 40+കാർക്ക് വേണ്ട സ്കിൻ കെയർ ആദ്യം ഞാൻ പറഞ്ഞുതരാം. സ്കിന്നിന് ആദ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും പറ്റുന്നവരെ മോയ്സ്ചറൈസറും സൺ പ്രൊട്ടക്ഷൻ ക്രീമും രാവിലെ ഉപയോഗിക്കണം. വൈകുന്നേരം മോയ്സ്ചറൈസർ മാത്രമായാലും മതി. അല്ല നമുക്ക് സ്കിന്നിന് ഒരു ചുക്കിൻ ചുളിവും പാടുകളൊക്കെ വന്നു തുടങ്ങി എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റമിൻ സി സിറം, ഒരു സ്റ്റാർ റേറ്റിംഗ് ഒക്കെ നോക്കി, എന്ന സിറം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഏത് കമ്പനി എന്നൊന്നും പറയുന്നില്ല, അതും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ സൺ പ്രൊട്ടക്ഷൻ ക്രീമും മോയ്സ്ചറൈസറും മസ്റ്റായിട്ട് ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ തന്നെ സ്കിന്നിന് ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ. ഇവിടെയൊക്കെ ചുളിവൊക്കെ എനിക്ക് സ്മൈലൈൻ ഇങ്ങനെ കാണിച്ചാണ് അത് കൂടണത്, അങ്ങനെയൊക്കെ വരും. അപ്പോൾ പിന്നെ പറയാൻ പോകുന്നത് 2 തരത്തിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാം. 2 തരത്തിൽ വെച്ചാൽ മിനിമൈസ് ചെയ്ത് ഭയങ്കര ക്ലാസി ആയിട്ട് എപ്പോഴും അതേപോലെ തന്നെ ഒരു മാർക്കറ്റിൽ പോണെങ്കിലും അതേപോലെ തന്നെ പോകുന്നവരുണ്ട്. നന്നായിട്ട് ഒരുങ്ങിയ പുറത്തേക്ക് ഗേറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ. ആ കാറ്റഗറി പെട്ട ഒരാളാണ് ഞാൻ. അത്രയ്ക്ക് വല്ല വയ്യായികയൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ പോലും ലിപ്സ്റ്റിക് എങ്കിലും എടുത്തിടും. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു മേക്കപ്പാണിത്. പക്ഷെ ഈ സെയിം സ്റ്റേജിൽ തന്നെ ഞാൻ അതിന് കുറച്ചുകൂടി ഭയങ്കര അട്രാക്റ്റീവായിട്ട് എങ്ങനെ പോകാം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കാണിക്കുന്നത് എന്നെ പോലുള്ള തള്ളമാർക്ക് ചിലപ്പോൾ ഇങ്ങനെ ബ്രഷൊക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഒന്നും സെറ്റ് ആവത്തില്ല. അപ്പൊ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒരുപാട് പ്രൈസ് ഉള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടേ ഇല്ല. എൻ്റെ അടുത്ത് ഒരുപാട് ലോക്കൽ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഒരു മീഡിയം റേഞ്ച് മുതൽ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന എല്ലാ ഐറ്റംസും ഈ കുരുവൊക്കെ വരുന്ന പിമ്പിൾസും ഈ മറ്റേ ഓയിലി പ്രശ്നങ്ങളുള്ള സ്കിൻകാർക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ്. കാരണം എൻ്റെ സ്കിൻ അങ്ങനെയാണ്, ഇത്രയും ഭാഗം ഓയിലിയാണ്, പിമ്പിൾസ് വരും, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നം വരുന്ന ഒരു സ്കിന്നാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന മേക്കപ്പ് നമുക്കൊരു തൊട്ടടുത്ത വീട്ടിലെ കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ മോളിൽ പോകുമ്പോഴോ ഒക്കെ ഉപയോഗിക്കാം. കല്യാണം നല്ല ഫംഗ്ഷൻ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റെപ്പും കൂടി കയറ്റി വെച്ചിട്ട് പോകാം. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഒരു മോയ്സ്ചറൈസർ. 2 മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും ആണിനും പെണ്ണിനും 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇത് ഓൺലൈനിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞിട്ട് അക്നെ മോയിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ ക്രീമാണ്. അതായത് ഇവിടെ കുറച്ച് പാടുകളും കുരുവൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇടക്കാലം കൊണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ആ സ്കിന്നിന് നല്ല ഇതാവുന്നുണ്ട്. ഇതൊരു ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആണ്. അല്ല നോർമൽ ആയിട്ടിരിക്കുവാണ് സാധാരണ ഒരു സമയമാണെങ്കിൽ ഇത് വില ഇച്ചിരി കൂടുതലാണ്. ഏകദേശം ഒരു 1000 രൂപ അടുത്ത് ഇതിന് വരുന്നുണ്ട്. പക്ഷെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരാഴ്ച ഉപയോഗിച്ചാൽ മതി സ്കിന്നിന് ഉണ്ടാവുന്ന മാറ്റം ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങളെ വീട്ടിലെ കെട്ടിയോനും ഭാര്യയ്ക്കും ഒരുമിച്ച് ഉപയോഗിക്കാം. ശരിക്കും ഒരാഴ്ചക്കുള്ളിൽ തന്നെ മാറ്റം വരും. അടിപൊളി പ്രൊഡക്റ്റ് ആണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഇത് രണ്ടും നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ട് ഒന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾക്ക് നമ്മളെ തന്നെ ഭംഗി തോന്നുന്ന ഏതെങ്കിലും കണ്ണാടിയോ ലൈറ്റിന്റെ കീഴിലൊക്കെ പോയി നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ എത്ര മേക്കപ്പ് ചെയ്തൊരു കൂതറ ലുക്ക് എന്നൊക്കെ തോന്നിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് തന്നെ സെൽഫ് കോൺഫിഡൻസ് വരുന്ന സ്ഥലത്ത് പോയി നിന്നിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുക. ഇതിപ്പോ ഇവിടെ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്, ഇവിടെ നിന്ന് ജെല്ല് വരുന്നുണ്ട്, അപ്പൊ എനിക്ക് തന്നെ ആ കൊള്ളാട്ടോ, ഇനി മേക്കപ്പ് ചെയ്യാം എന്നുള്ളൊരു രീതിയാണ്. അപ്പൊ നമ്മൾ എന്താണോ മോയ്സ്ചറൈസർ ഫസ്റ്റ് ഇട്ടിരിക്കണം. ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസർ കുറച്ചും ഇട്ടതാണ്. അതുകൊണ്ട് പിന്നെയും വാരി തേക്കട്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇടാത്തത്. പിന്നെ വേണ്ടത് ഞാൻ ഇപ്പോഴായി പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ആണ് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ സ്ട്രോബെറിയുടെ ഒരു ടിൻഡ് സൺസ്ക്രീന്. ടിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം ഇട്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകാം. ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് വരുവാണെങ്കിൽ ഇത് മാത്രം ഇട്ട് കഴിയുമ്പോൾ ചെറിയൊരു കവറേജ് കിട്ടുകയും ചെയ്യും. എന്നാൽ പുട്ടിയടിച്ച പോലെ ഇരിക്കുകയില്ല. ഭയങ്കരമായിട്ട് കൈകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയത്. ഇത് കാണോ ഈ ഫോണിൽ അങ്ങനത്തേത്. പിന്നെ ഒരു നാച്ചുറലിന്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉണ്ട്. അത് ഞാൻ മിക്കവാറും എല്ലാ വ്ളോഗിലും പറയാറുണ്ട്. അത് മാത്രം ഇട്ടാൽ മതി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് പുറത്തേക്ക് പോകാം.
രണ്ടും ഉണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഇത് പറയുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഈ ഉപയോഗിക്കുന്ന എല്ലാത്തിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോന്റെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ എൻഡില് ഇവിടെ ഇങ്ങനെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഉള്ളതിന്റെ ഒക്കെ ലിങ്ക് ഇടാം, ഇല്ലാത്തതിന്റെ ഒക്കെ ലിങ്ക് എന്നോട് ചോദിച്ചാൽ ലിങ്ക് ഞാൻ പറഞ്ഞിടാം. അപ്പൊ ഇത് നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു, സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇടുക. ഇത് കണ്ടോ, ഒരു വാട്ടറി ടൈപ്പ് ആണ് കേട്ടോ, ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ടൈപ്പ് അല്ല. എന്തിട്ട് കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഞാൻ എല്ലായിടത്തും ഇടും. എല്ലായിടത്തും ഇടും എന്ന് വെച്ച് കഴിഞ്ഞാല് കഴുത്തിലും ചെവിയിലും കുറേയൊക്കെ ചുണ്ടത്തും വാരത്തേക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ ചുണ്ടത്ത് വാരത്തേക്കുമ്പോൾ ഒരു ഗുണമെന്ന് അറിയോ, നമുക്ക് നല്ല രീതിയിൽ ചുണ്ടൊക്കെ വരച്ചെടുക്കാനും ലിപ് ലൈനറൊക്കെ ഇട്ടിട്ട്. ഞാനിപ്പോ കൈ കൊണ്ടാണ്, ഒരു പ്രൊഫഷണൽ രീതിയിലും ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ഒന്നുമല്ല. ഞാൻ സാധാരണ വാരി വലിച്ചൊക്കെ ചെയ്യില്ലേ, അതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഒന്നും വന്ന് കുറ്റം പറയല്ലേ. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നില്ല, ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാനും അറിയത്തില്ല, അത് വേറെ കാര്യം. ഭയങ്കര ഇങ്ങനെയൊക്കെ വരച്ച് ഇങ്ങനെയൊക്കെ ക്രീം പറഞ്ഞ പരിപാടി ഒന്നും എനിക്കറിയില്ല. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ആണ് ചെവിയുമേ. കണ്ടോ പെട്ടെന്ന് പോയത്, എന്നാൽ ഭയങ്കര വെള്ള പൂശി പോലെ തോന്നുന്നുണ്ടോ. അടുത്തത് നമുക്കിവിടെ ചെറിയൊരു, എപ്പോഴും ഇവിടെ ചെറിയൊരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വന്നിട്ട് ചെറിയൊരു തുളകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഭാഗത്ത് മാത്രം മിക്കവാറും കുരുവൊക്കെ വന്നിട്ട് ഒരു ഇതുണ്ടാവും. പിന്നെ ദാരിദ്ര്യവും കഷ്ടപ്പാട് സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും കാരണം ഇവിടെയൊക്കെ ഒരു കറുത്ത വടക്ക് ഉണ്ടാവും. അപ്പൊ എന്തെന്ന് വെച്ചാല് ഇതൊരു മാർസിന്റെ BB ക്രീമാണ്. ഇതില് അത്യാവശ്യം കറക്ഷൻ പറ്റും. അതായത് ഭയങ്കര എമൗണ്ട് ഉള്ള ഭയങ്കര ക്ലാസി ആയിട്ടുള്ളതിന്റെ ഒരു മീഡിയം റേഞ്ചാണിത്, അത്യാവശ്യം പോകുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഇത് കുറച്ചങ്ങ് എടുക്കാം. ഓക്കെ, കുറച്ച് മതി, ഒരുപാട് വാരി തേക്കരുത് കേട്ടോ. ഇപ്പൊ ഈ 40+ ആണ്, ഭയങ്കര മേക്കപ്പ് ആണെന്ന് പിള്ളേരൊക്കെ പറയുന്നു. എന്നാൽ പിള്ളേരുടെ കൂടെ പോകുമ്പോൾ നന്നായിട്ട് ഒരുങ്ങിയും പോകണം എന്നൊക്കെ ഉള്ളവര് ഒരുപാട് അങ്ങ് വാരി തേച്ച്, ഈ സാധനങ്ങളാണെങ്കിലും ഒരുപാട് തേച്ച് ഒരു മരി ഊളലിക്കെ ആയിരിക്കൂടാ. അപ്പൊ കണ്ടല്ലോ, ഈ പാണക്കുള്ള സ്ഥലത്തൊക്കെ ഇടുക, ബാക്കിയൊക്കെ ഇവിടെയൊക്കെ അങ്ങോട്ട് ഇട്ടോ. എന്തായാലും ഒരു വഴിക്ക് പോണേയുള്ള അപ്പൊ എല്ലായിടത്തും ഇടാം. എന്ത് സാധനം തേച്ചാലും കഴുത്തിലൂട്ടേക്കണം. എന്നിട്ട് നമ്മുടെ കൈ തന്നെ മതി. നിങ്ങൾക്ക് മറ്റേ ബ്രഷോ അല്ലെങ്കിൽ മറ്റേ ഇതോ മറ്റേ സ്പോഞ്ച് ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിക്കാൻ അറിയുന്നവർ അതുകൊണ്ട് ചെയ്തോട്ടെ. ഞാനിത് കൈ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിന് സ്പോഞ്ച് മേടിക്കാൻ വയ്യ എൻ്റെ സാറാമേ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ നന്നായിട്ട് കൈ വെച്ച് തന്നെ, കണ്ട ഇത് പോകുന്ന പോക്ക് കണ്ടാൽ അറിയാം. അത്ര വലിയ കേക്ക്, അത് കേക്ക് പോലെ കട്ട പിടിച്ചിരിക്കണ അതിനെയൊക്കെയാണ് ഈ കേക്ക് എന്നൊക്കെ പറയണ കേട്ടോ. അപ്പോൾ കേക്ക് പോലെയല്ല ഇത് നമുക്ക്. പിന്നെ ഈ ചെയ്യുന്ന ആൾക്കാരെ ഒരുമാതിരി ഊള ടൈപ്പ് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് തേച്ച് വെച്ചിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറയാൻ നിൽക്കരുത്. നന്നായിട്ട് വലിച്ച് വാരി തേക്കണൊക്കെ കൊള്ളാം. എല്ലായിടത്തും എവിടെയെങ്കിലൊക്കെ കട്ട പിടിച്ച് ഉണ്ടാന്നൊക്കെ നോക്കണം. കണ്ണിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കണ്ടോ. ബാക്കിയുള്ളത് ഇപ്പൊ സാരിയൊക്കെയാണ് ഉടുക്കണമെങ്കിൽ നിങ്ങൾ സാരിയൊക്കെ മാറുന്നതിന് മുമ്പേ പറ്റുവാണെങ്കിൽ നമ്മുടെ ബ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ കഴുത്തിലോട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ കഴുത്തിലോട്ടൊക്കെ ചെയ്തേക്കണം കണ്ടോ. ബാക്കിയുള്ളതൊക്കെ ചെവിയിലേക്ക് ഇടുക, ഇവിടെ ഇട്ടുക കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ കവറായിപ്പോയി. ഒരു രീതിയിലും ഒരു സ്ഥലത്തും ഇങ്ങനെ കട്ട പിടിച്ചൊന്നും ഇരിക്കരുത്. കട്ട പിടിച്ചിരിക്കാതിരുന്നാൽ മാത്രം മതി. ബാക്കി നല്ല അടിപൊളിയായിട്ട് സ്കിന്നിലോട്ട് ചേരും. ഈ സാധനം മാത്രം മതി. ഇതിട്ട് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഐബ്രോസ് ഒക്കെ ഇട്ടിട്ട് പോകാം. അപ്പൊ വിചാരിക്കും ഇതങ്ങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വാഷ് ഔട്ട് ചെയ്തിരിക്കണല്ലേ, ഭയങ്കര വാഷ് ഔട്ട് ചെയ്തിരിക്കണവരിയ്ക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കും വേണമല്ലോ ഇങ്ങനെ ഇവിടെ ഇച്ചിരി ചോപ്പും ഇവിടെ ഇത്തിരി ചുവപ്പൊക്കെ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ബ്ലഷോ കാര്യങ്ങളോ ഒന്നും മേടിക്കണ്ട. ലിപ്സ്റ്റിക് ഒക്കെ തന്നെയാണ് എല്ലാവരും ഇടുന്നത്. ഒരുപാട് വാരി നമ്മൾ ഇടുന്നില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബ്ലഷ് മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബ്ലഷ് തന്നെ ഇടുക. ഞാനിതൊരു സാധാരണ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരു ലിപ്സ്റ്റിക് എടുക്കുക, ഈ മൂക്കത്തൊരു കുത്ത് കണ്ട, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ഉരുണ്ടിരിക്കുന്ന സ്ഥലം കണ്ടോ, അവിടെ 2 കുത്ത്. വേണമെങ്കിൽ ഈ എല്ലിന്റെ അവിടെ ഒരു കുത്തി വെച്ചിട്ട് എന്ത് ചെയ്യണം, വേറൊരു സാധനം കൂടി ഉണ്ട്. ഇവിടെ ഒരു ഇച്ചിരി തിളക്കമൊക്കെ ആവാലോ നമുക്ക് എല്ലാരെ പോലെ. ഈ പിള്ളേർക്ക് മാത്രം തിളങ്ങിയപ്പോഴല്ല. അപ്പൊ എന്ത് ചെയ്യണം, ഈ കുത്തിന്റെ അവിടെ തന്നെ ഇതും അങ്ങ് ഇട്ടുക. കണ്ടോ, ഓരോ കുത്തുകൾ ഇവിടെ, ഈ താടിയുമേയും ഈ കുത്ത് വേണമെങ്കിൽ ഈ നെറ്റിയുടെ എല്ലുമ്മ ഇട്ടോ. വേണമെങ്കിൽ ഇവിടെ എല്ല് പൊങ്ങിയിരിക്കണ്ടെങ്കിൽ ആ എല്ലുമ്മ ഇട്ടോ കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ മൂക്കിന്റെ ചെയ്യേണ്ടത് ഇതിങ്ങനെ അങ്ങ് ചെയ്യുക. കണ്ടല്ലോ, ഇങ്ങനെ ഉരുട്ടി ഇതിങ്ങനെ അങ്ങ് ചെയ്യുക. അതിന് മൂക്കിനൊരു ഷാർപ്നെസ് വേണം. എൻ്റെ ഒക്കെ പ്രത്യേകിച്ച് വലിയ മൂക്കായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്യും. കണ്ടോ,
കണ്ടല്ലോ, അവിടെ ഒരു ഷെയ്ഡ് വന്നു. ഇനി ഇത് ഇങ്ങനെ താഴേക്കൊന്ന് ഇങ്ങനെ ഉരുട്ടുക, എന്നിട്ട് ഇതിങ്ങനെ മേളിലേക്ക് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഈ ഒരു കളർ ഓക്കെ ഉള്ള രീതിയിൽ നിർത്തുക. കണ്ട, ഇതും ഇങ്ങനെ മേളിലേക്ക് കൊണ്ടുപോവുക. കണ്ടല്ലോ, ഇത് കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ ഇരട്ടി ഒരിടത്തും വേണ്ട, ഒരിടത്തും കൊണ്ടുപോകരുതട്ടെ. ഇത് അവിടെ തന്നെ ഉരുട്ടി ഇല്ലാതാക്കേണ്ടതാണ്. അപ്പൊ ഏകദേശം നമുക്ക് നമ്മുടെ ഇവിടെ ഷേപ്പും ഇതൊക്കെ വരും. ആ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ അതിങ്ങനെ വിളറിയിരുന്ന വെച്ച സംഭവങ്ങൾക്കൊക്കെ ഒരു എല്ലും കവളും മൂക്കൊക്കെ ഒന്ന് തെളിഞ്ഞു കാണും. വേണമെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് വേണമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അവിടെ തേച്ചു കേട്ടോ, ഒന്നും പറയാനില്ലടാ. കണ്ടോ, അപ്പൊ ഇത്രയും കഴിയുമ്പോ തന്നെ ഓക്കെ ആണ് പോകാൻ. പക്ഷേ ഇതെല്ലാം കൂടി ഒന്ന് ഈവൻ ടോൺ ആക്കണം, അത് ലാസ്റ്റ് ആണ്. പിന്നെ പറ്റുന്നത് മുമ്പത്തെ പോലത്തെ ഐബ്രോ പെൻസിൽ ഉണ്ട്. ഈ പെൻസിൽ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോ ഈ ഒരു ജെല്ല് ടൈപ്പ്, ഒരു ക്രീം പോലെ ഇരിക്കും, അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഇടയിലൊക്കെ പിരിയം പോയവരുണ്ടെങ്കിൽ, എൻ്റെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട്, പിരിയം പോയവരുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യണം. നല്ലത്. ഇത് കറുപ്പല്ല, പിള്ളേരെ മറ്റേ കരി എഴുതിയാലും ഇരിക്കൂല. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട്, അത് മേടിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, അതില്ലാന്നുണ്ടെങ്കിൽ ഐബ്രോ പെൻസിൽ മേടിച്ചാൽ മതി. ഞാനപ്പോൾ ഇവിടെ വെച്ച് ചെറുതായിട്ട്, ഒരുപാട് വാരി തേക്കരുത്. നമ്മളെ പ്രായത്തിനൊന്നും പ്രശ്നമില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഭയങ്കര കടുപ്പിച്ചിട്ടൊക്കെ എഴുതാട്ടോ. പക്ഷെ എനിക്ക് പിരികം ഇച്ചിരി നിർബന്ധമാണ്. ഭയങ്കര കടുപ്പിച്ച് ഒരുമാതിരി ഊള ലുക്കിൽ എഴുതണത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഡാർക്ക് ആക്കിയേ ലൈറ്റ് ആക്കിയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ഏകദേശം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ധാരാളമാണ്. കണ്ടോ, ദേ ഒരു ജെല്ല് ടൈപ്പ് ഇച്ചിരി എടുത്താൽ മതി, കുത്തി. വേണമെങ്കിൽ ഇതും കൂടി ബ്രഷ് കൊണ്ട് വെച്ചിട്ട് നമുക്ക് ലൈനൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ അത് ചെയ്യില്ല. ദേ ഇതുപോലെ ബ്രഷുള്ള ഇത് കിട്ടും, അതുകൊണ്ട് ജസ്റ്റ് സ്റ്റാർട്ടർ ഒരു വര മാത്രം ഇടുന്നുള്ളൂ കേട്ടോ. ദേ ഇവിടെ ഒരു സ്റ്റാർട്ടർ ഇട്ടിട്ടുള്ളൂ. പിന്നെ ദേ ഇവിടെ ഈ എഡ്ജ് ഒന്ന് കറക്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ എഡ്ജിന്റെ അവിടെ എനിക്കൊരു ഷേപ്പ് കുറവുണ്ട്, അപ്പൊ ഇവിടെയും വരച്ചു കൊടുത്തു. ഓക്കെ, എന്നിട്ട് നീ വര വരച്ചല്ലോ, അത് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യുക. ഈ തുടക്കം എപ്പോഴും ശ്രദ്ധിക്കണം. പിരികത്തിന്റെ തുടക്കം ഒരുപാട് കട്ടി പിടിപ്പിച്ച് എഴുതരുത്. പിള്ളേരെ കൺമഷി എഴുതിയ പോലെ ഇരിക്കും. നോട്ട് 40+ കേട്ടോ. 40+ ആയാലും 20+ ആയാലും ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കേട്ടോ. അപ്പൊ പിരിക്കാൻ സെറ്റ് ആകുമ്പോ തന്നെ നമ്മൾ ഒരുവിധം കൊള്ളാം. നമ്മളെ പിരികവും ചുണ്ടും മൂക്കൊക്കെയാണ് എപ്പോഴും നമ്മുടെ ഫേസിൽ ഹൈലൈറ്റ്. ഓക്കെ, പിരികം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത പണി എന്താ? ഇതും ഐ ഷാഡോ ആണ്. ഇവിടെ നമുക്ക് ചുമപ്പിക്കണോ, പച്ച കളറിൽ പോണോ, നീല കളറിൽ പോണോ, അവനവന്റെ ഇഷ്ടമാണ്. എന്നാൽ പോലും നമ്മൾ തള്ളമാർക്ക് പറ്റിയ കുറച്ച് ഷെയ്ഡുകൾ, ഈ ബ്രൗണ്, ഇതേ കണ്ട ബ്രൗൺ, പിന്നെ ലൈറ്റ് ബ്രൗൺ, പിന്നെ ഈ കളർ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് കയ്യിലെടുക്കാം. എന്നിട്ട് ഈ പിരികത്തിന്റെ ഈ ഭാഗം കണ്ട ഇവിടെ ചെറുതായിട്ടൊന്ന് തേച്ചു കൊടുക്കണം. അപ്പൊ പിരികത്തിന്റെ ആ ഏരിയ ഉണ്ടല്ലോ, നല്ല ഷാർപ്പായിട്ട് ആ എഡ്ജൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. കണ്ടോ, ഈ പിരികത്തിന്റെ ഭാഗം കൊണ്ട് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെ ആർക്കെങ്കിലും ഒരു ഭയങ്കര കറുപ്പുണ്ടെങ്കിൽ ഈ വെള്ളയില്ലേ, ഈ വെള്ള കൊണ്ട് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ചെറുതായിട്ടൊക്കെ, ഒരുപാട് വാരി തേക്കരുത്. ആവർത്തിച്ച് പറയുവാണ്, ഒരുപാട് വാരി തേക്കരുത്. അതിനാണ് ഞാൻ പറഞ്ഞ വെട്ടവും വെളിച്ചവും കണ്ണും കാണാതൊക്കെ ഉണ്ടെങ്കിൽ കണ്ണടയൊക്കെ വെച്ച്, അല്ലെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ നല്ല വെളിച്ചമൊക്കെ വേണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടോ ഉറക്കം നിന്നതിന്റെ ഒക്കെ കറുപ്പൊക്കെ കാണും. അപ്പൊ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്കൊക്കെ ഉപയോഗിക്കാട്ടോ. പക്ഷെ ഞാൻ അത് ഉപയോഗിക്കണില്ല. ദേ ഈ ഒരു ലൈറ്റ് ബ്രൗൺ പോലത്തെ ഉണ്ട്, അതുകൊണ്ട് കൈ കൊണ്ട് കണ്ട ഈ കണ്ണിന്റെ ലൈൻ കണ്ട അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഓക്കെ, തേച്ചു. അപ്പൊ നമ്മളുടെ ആ ഒരു കഷ്ടപ്പാടിന്റെ ദാരിദ്ര്യത്തിന്റെ ഉറക്കമില്ലായ്മയുടെ പാടുകളൊക്കെ അങ്ങോട്ട് പോടാ. ഓക്കെ ആയല്ലോ. പിന്നെ നമ്മുടെ കണ്ണ് നല്ല മനോഹരമായിട്ട് നിൽക്കണം. അപ്പൊ ഇതിന്റെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ഇവിടെ ഉണ്ട്, അതെടുത്തിട്ട് ഈ കണ്ണിന്റെ താഴെ എന്ത് ഷെയ്ഡാണെങ്കിലും അത് പിള്ളേർക്കും ബാധകം കേട്ടാ. ഈ കണ്ണിന്റെ താഴെയും ആ ഒരു ചെറിയൊരു ഷെയ്ഡ് കൊടുത്താല് കണ്ണ് നല്ല ഭംഗിയായിട്ടിരിക്കും. അടുത്തത് എന്ത് ചെയ്യണം? ഐലൈനറൊക്കെ എഴുതുന്നവർക്ക് എഴുതാം. ഞാൻ തള്ളമാരോട് പറയുന്നത് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉള്ളിൽ കണ്ണെഴുതണവർക്ക് എഴുതാം. ഞാൻ എഴുതുവാണെങ്കിൽ ഇവിടെ മുതല് ചെറിയൊരു വാല്, ഇച്ചിരി ഒരു വാല് ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങടെ അവസാനിപ്പിക്കും. കണ്ടോ, ഇത്ര എഴുതത്തുള്ളൂ. എഴുതുവാണെങ്കിൽ ഇത്ര എഴുതത്തുള്ളൂ. ഈ പൗതിക്ക് മുതൽ തുടങ്ങാം,
എന്നിട്ട് ചെറിയൊരു വാലട്ടാ, വാലിങ്ങനെ വരച്ച് പൊക്കിയൊന്നും വേണ്ടട്ടാ. വാല് വരച്ച് പൊക്കുന്ന പ്രായം എന്ന് പറയുന്നത് പ്രായത്തിന് നോക്കി വിഷമിച്ചിരിക്കുന്നവർക്കാണ് കേട്ടോ. ഞാൻ പ്രായവും തേങ്ങയും അങ്ങനെ നോക്കാറില്ല, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ഒരുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ കോർണറിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇവിടെയും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. മതി, 40+ ആർഭാടാവണ്ട, ഇത്രയും മതി. ഞാൻ പക്ഷെ 40+ ഒന്നും എനിക്ക് ഇഷ്ടമുള്ള മേക്കപ്പ് ഇട്ട് ഞാൻ പോകും. പക്ഷെ അത്ര കോമാളി ആവില്ലെന്ന് മാത്രം. പിന്നെ ഒരു മസ്കാര, ഇത് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചാൽ അടിപൊളിയാണ്. പക്ഷെ വേറെ ഒന്നും ഇരിക്കുന്നുണ്ട്, അത് ഞാൻ മെൻഷൻ ചെയ്യാം. അത് വലിയ വിലയൊന്നുമില്ല, 100 200 എങ്ങാണ്ടുള്ളൂ. അത് തീർന്നത് കൊണ്ട് ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ മേടിച്ചാണ്. എന്നിട്ട് ഇത് ഇങ്ങനെ ഇരിക്കണം, അതെ നേരെയല്ല, അതിങ്ങനെ സൈഡ് കൊണ്ട് നിന്നിട്ട് ഇങ്ങനെ ഉയർത്തണം. കണ്ണിന്റെ പീലിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ ഇട്ടടാ. ചരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പീലിയൊക്കെ കാണാം നല്ലോണം. ഇതൊക്കെ ഇങ്ങനെ സ്പീഡ് അങ്ങോട്ട് ചെയ്തേക്കണം, കണ്ണിൽ കുത്തരുത് കേട്ടോ. ബോറിംഗ് ആയിട്ട് തോന്നുന്നവരൊക്കെ ഇതൊക്കെ അങ്ങോട്ട് ഓടിച്ച് കളഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് കാണട്ടാ. കാരണം ഇത് ഞാൻ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ എന്ത് വെള്ളി വീണാലും ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ താഴെയും കുറച്ച് ഇങ്ങനെ ഇടുകയാണെങ്കിൽ എന്താ പറയുക, താഴെ കണ്ണെഴുതാത്തതിന്റെ ആ ഒരു വിഷമം മാറിക്കിട്ടും. കാരണം എന്താ വെച്ചാൽ മസ്കാര എഴുതുമ്പോൾ താഴെ എഴുതിയ പോലത്തെ ഒരു ഫീൽ കിട്ടും. കണ്ണെഴുതുന്നവർക്കൊക്കെ കണ്ണെഴുതട്ടെ, അതൊക്കെ അവരവർ ഇഷ്ടമാണ്. അതിലൊരു ചെറുപ്പം മുതലേ കണ്ണെഴുതി ശീലിച്ചൊരു കനെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യേണ്ടത് ഈ ഒരു കോമ്പാക്ട് കൺസീലർ ഫൗണ്ടേഷൻ ആണ്. ഇത് 3 ഉണ്ട് ഇതില്. നമുക്കൊന്നുമില്ല, ഈ സാധനങ്ങളൊന്നുമില്ല, ഇതിനുള്ള ഫണ്ടൊന്നും ഇല്ല ചേച്ചി, ഇത്രയൊന്നും പറ്റില്ല. ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇട്ടിട്ട് ഈ സാധനം മാത്രം ഉപയോഗിച്ചാലും മതി. ഈ സാധനം ഉപയോഗിക്കുമ്പോഴും വാരിയൊക്കെ ഇട്ടോ, പക്ഷെ ഭംഗിയായിട്ട് ഇടണം. നമ്മളിപ്പോ ഇതൊക്കെ ചെയ്തല്ലോ, ഇതൊക്കെ ചെയ്തിട്ട് ഇതിന്ന് കുറച്ചെടുത്തിട്ട് മൊത്തത്തിൽ ഒരു സെറ്റിംഗ് പൗഡർ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കട്ടെ. പക്ഷെ പൗഡർ അല്ല ഇത്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പൊ മൊത്തത്തിൽ നമുക്കൊരു ഈവൻ ഒരു ഇത് കിട്ടും. പിന്നെ മറ്റേ ഓയില് പോലെയോ എണ്ണ പോലെയോ ഒക്കെ മൊത്തത്തിൽ ഒരു എവിടെയെങ്കിലും കട്ട പിടിച്ചേക്ക് ഇരിക്കണ്ടെങ്കിൽ കുറച്ച് ഇതെടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് ഇത് ചെയ്ത് കൊടുക്കുക. ഒരുപാട് എടുക്കരുത്. ഇതൊരു HD ഫിനിഷിംഗ് ആണ്. നമ്മൾ ആദ്യം ഇടുമ്പോൾ ഇതിന്റെ ഒരു ഭംഗി തോന്നൂല, മൊത്തത്തിൽ ഇങ്ങനെ ഒരു കവർ ചെയ്തിരിക്കണ തോന്നുള്ളൂ. എങ്കിലും കഴുത്തിലൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തോട്ടെ. ഇത് തോന്നുമെങ്കിലും നമ്മൾ ഇത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറുമ്പോഴേക്കും ഇതെല്ലാം കൂടി അങ്ങ് മെൽറ്റായി നല്ല ഭംഗിയുള്ള ഗ്ലോയിങ് ഉള്ളൊരു മേക്കപ്പ് ആയിട്ട് കിട്ടും. അപ്പൊ ഈ ചെവിയൊക്കെ ഒന്ന് മറക്കണ്ട. മറ്റുമെങ്കിൽ കെട്ടിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ പൗഡർ എടുത്തിട്ട് ഇവിടെയൊക്കെ ഒന്ന് തേച്ച് തരാൻ പറഞ്ഞാൽ മതി, കഴുത്തിൻ്റെയൊക്കെ കേട്ടോ. അപ്പൊ ഓക്കെ, ഇങ്ങനെയൊക്കെ തേക്കാം. ഈ സാധനം അടിപൊളിയാണ് കേട്ടോ. ഇത് ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇത് വാങ്ങി ഉപയോഗിച്ചാലും അടിപൊളിയാണ്. ബാക്കി ഓക്കെ ആണല്ലോ. ഇത്രയും കഴിഞ്ഞതേ നമ്മളിപ്പോ ഒരു പാർട്ടിക്കാണ് നിങ്ങൾ പോണെങ്കിൽ ഇത്രയും സാധനങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു റെഡ് ഇവിടെ കുറച്ചുകൂടി വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് റെഡ് ആക്കിയിട്ട് അത് അവിടെ എനിക്ക് നല്ലോണം തിളങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ 2 കുത്തും കൂടി ഏറ്റവും അവസാനം ഇട്ട് കൊടുക്കുക. ഈ പാർട്ടിക്ക് പോണ ആൾക്കാരുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്, ഭയങ്കര ഒരു നല്ല അടിപൊളി ബന്ധുവിന്റെ അടുത്ത കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഒന്ന് റെഡ് ആക്കി കൊടുക്കുക. ഇത്രയും മതി മേക്കപ്പില്. പിന്നെ ഈ ഐഷാഡോ വേണമെങ്കിൽ കുറച്ച് നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ കളറിനോട് മാച്ച് ചെയ്തിട്ടുള്ള കുറച്ചുകൂടി ഡാർക്ക് കളർ സെലക്ട് ചെയ്യാം. ഇതൊക്കെ പിന്നെ നമ്മൾ ഇടുന്ന ഓർണമെന്റ്സും ഒക്കെ വരുമ്പോഴേക്കും നമ്മളൊരു പാർട്ടി ബേസ് ആയി. അല്ലെങ്കിൽ നമുക്കൊരു മാളിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് മേക്കപ്പ്, എപ്പോഴും എനിക്കൊരു മേക്കപ്പ് ചെയ്ത് പോകണം അങ്ങനെ ഒരാളാണെങ്കിൽ ഇത് മതി. ഇനി നിർബന്ധമാണ് ലിപ്പ് എപ്പോഴും ഔട്ടർ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോ തേച്ച സാധനങ്ങളൊക്കെ കുറച്ച് തേക്കാൻ കാരണം ലിപ്സ്റ്റിക് എല്ലാം ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇങ്ങനെ ഫൗണ്ടേഷൻ കൂടി ഇട്ട് കൊടുക്കണം നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ലിപ്പ് നന്നായിട്ട് വരച്ചു കൊടുക്കുക. നമ്മളുടെ ഇവിടെ ഒരു ലൈൻ ഉണ്ട് കണ്ടോ, ചുണ്ടിനൊരു ലൈൻ ഉണ്ട്, അത് കൂടി തെറ്റാതെ വരക്കണം. ചുമ്മാ ലിപ്സ്റ്റിക് ഇട്ടാ ചുണ്ടിന്റെ ഒരു ഭംഗി അറിയില്ലടാ. വരച്ചെന്ന് കരുതരുത്, ഇങ്ങനെ മടക്കി പിടിച്ച് നോക്കണം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണത് ഒരു ബ്രൗൺ അല്ലെങ്കിൽ മെറൂൺ കളർ ലിപ് ലൈനർ ആണ്, ലിപ് പെൻസിലാണ്. കാരണം അതുണ്ടെങ്കിൽ എല്ലാ ലിപ്സ്റ്റിക്കിന്. ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്കുകൾ കാണിക്കാം. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മളെ ഏജിന് 30+ 40+ ഏജിന് കംഫർട്ടായിട്ട് ഏത് ടോൺകാർക്കും ഭയങ്കര ഇടിവെട്ട് കളർ അല്ലാതെ ഏത് ടോൺകാർക്ക് ഇടാൻ പറ്റുന്ന ഒരു 4-5 ലിപ്സ്റ്റിക്ക് ഞാൻ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾ ഏത് വേണമെങ്കിലും മേടിച്ച് നമുക്ക് ഇടാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതിൽ കൂടുതലും
ഒരു ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, അതായത് കുറച്ചൊക്കെ ഭക്ഷണം കഴിച്ചാലും പോവത്തില്ല. മനസ്സിലായി? അപ്പൊ ഇതിൽ ഇപ്പൊ ഞാൻ ഇടാൻ പോണ ലിപ്പിയാണ്. ഭയങ്കര ലൈറ്റാണ്, ഭയങ്കര ലൈറ്റായിട്ട് ഇടാം. അപ്പൊ എനിക്ക് ഡാർക്കായിട്ട് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം ഞാനിപ്പോ ഈ ഒരു 4-5 ലിപ്സ്റ്റിക് ടാഗ് ചെയ്തേക്കാം. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇടിവെട്ട് കളറുകളല്ല, എന്നാൽ നമ്മളെ സ്കിന്നിന് നല്ല ലൈറ്റ്, നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യണ ലിപ്സ്റ്റിക്കുകളാണ്. അതെ, ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി ഗ്ലോയി ആയിട്ട് തോന്നും, പക്ഷെ കുറച്ചൊന്നും ഉണങ്ങി കഴിയുമ്പോൾ ഭയങ്കര തിളക്കമൊന്നുമില്ല, ഭയങ്കര ലൈറ്റാണ്. ഇതിട്ട് കഴിയുമ്പോഴും നമുക്ക് തോന്നും കേട്ടോ ഇത് ഭയങ്കര ഒട്ടിപ്പിടിക്കണവരെയൊക്കെ ഉണ്ടല്ലോ. എവിടെ ഒട്ടിപ്പിടിച്ചാലും ചുണ്ടത്ത് ബാക്കി ഉണ്ടാവും കേട്ടാ ഈ എല്ലാ ലിപ്സ്റ്റിക്ക്. പിന്നെ ഇതിൽ ഞാൻ മെബ്ലിന്റെ സീക്കർ ലിങ്ക് ഇട്ടേക്കാം. അത് ഇച്ചിരി ഡാർക്കേം ചെയ്തിട്ടാലും ഒരു ബ്രിക്കിഷ് റെഡ് പോലത്തെ ഒരു കളറാണ്. അത് ഇന്നിട്ട നാളെ വരെ പോകത്തില്ല, അങ്ങനത്തെ ഒരു. എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഇടാതെ കുറച്ച് വാ തുറന്നിട്ട് ഇങ്ങനെ ഇടണം. അല്ലെങ്കിൽ നമ്മ ഇങ്ങനെ വർത്താനം പറയുമ്പോഴേക്കും ഇവിടെ വെള്ളം പോലെ ലിപ്സ്റ്റിക് ആവാത്ത സ്ഥലം കാണും. കണ്ടല്ല? ഇത് ഭയങ്കര ലൈറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെ ഒട്ടിപ്പിടിക്കണവരൊക്കെ തോന്നും കുറച്ച് കഴിയുമ്പോഴേക്കും റെഡി ആവും. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതിപ്പോ വല്ല ഭക്ഷണം കഴിച്ചാൽ പോകുന്നില്ലടാ, ഇത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഒരു 4-5 ലിപ്സ്റ്റിക്ക് ഞാൻ ഇത് ചെയ്തേക്കാം. നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കിയിട്ട് ഏത് വേണമെങ്കിലും മേടിച്ചോ. ഇതറിയാലോ, ഭയങ്കര ഫേമസ് ആണ്. കുച്ചിപ്പൊടിയാണിത്, കുച്ചിപ്പൊടി. ഇത് സ്റ്റിക്കാണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആണെങ്കിലും അടിപൊളിയായിട്ട് ഒരുപാട് ഫാൻസ് ഉള്ള ലിപ്സ്റ്റിക് ആണിത്. ഇത് ലിപ്പി, ഇതിനും ഒരുപാട് ഫാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഫേസ് സ്കാനയുടെ ഇതിനും ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇത് ഭയങ്കര ഫേമസ് ആണ്, ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കളറുമാണ്. പിന്നുള്ളതാണ് ഞാൻ പറഞ്ഞ സീക്കർ. സീക്കർ തപ്പിയിട്ടൂടെ കാണില്ല, എവിടെ പോയെന്നാവും. സീക്കർ ഭയങ്കര അടിപൊളിയാണ്. സീക്കർ അടിപൊളിയാണെന്ന് ഞാൻ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, അത് ഇട്ടിട്ടുണ്ട് ഏത് സ്കിൻ ടോർക്കും ലൈറ്റ് ആയിട്ട് തേക്കാം, ഡാർക്ക് ആയിട്ട് ഇടാം. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം പോലും പോകത്തില്ല. ഇനി എന്താ നമുക്ക് വേണ്ടേ? ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു കുഞ്ഞി പൊട്ട്. മതി, ഇത്രയും മതി. പിന്നെ ഞാനൊരു സെറ്റിംഗ് സ്പ്രേയും കൂടി ഇട്ടേക്കാം ഇവിടെ. കാരണം ഈ മേക്കപ്പ് അങ്ങനെ തന്നെ കിടക്കണം. കുറെ രാവിലെ പോയാൽ ഞാൻ വൈകുന്നേരം വരുള്ളൂ സാറാ. പിന്നെ ലിപ്സ്റ്റിക് വേണമെങ്കിൽ ഇടക്കിടക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു സെറ്റിംഗ് സ്പ്രേ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങനെ അടിക്കുക. അപ്പൊ എനിക്ക് വെള്ളം കോരി വെച്ചാൽ ഇരിക്കും. സെറ്റിംഗ് സ്പ്രേ കൂടി ഇരിക്കുന്നുണ്ട്. വെള്ളം കോരി വെച്ചാലൊക്കെ ഇരിക്കും. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങോട്ട് ഇതാവും. ഇത് അടിപൊളി മേക്കപ്പാണ്. ധൈര്യമായിട്ട് ഇട്ടോ, ആരും ഒരു കുറ്റവും പറയത്തില്ല. അത് പക്ഷെ ഇരിക്കുമ്പോൾ ഈ ലൈറ്റിന്റെ ഫ്രണ്ടിലേക്ക് ഇരിക്കണം. പിന്നെ നമ്മളുടെ ഹെയർ ആണ്. ഹെയർ നമ്മളെപ്പോഴും നല്ല രീതിയിൽ ഇതേപോലത്തെ ചീപ്പ്, ഈ 2 ചീപ്പ് ഓൺലൈനിൽ ഞാൻ അടിപൊളിയായിട്ട് നമുക്ക് അയൺ ചെയ്യണ സാധനമില്ല. നമുക്ക് പാർലറിൽ പോകാൻ വയ്യ, ഇതൊക്കെ ഒന്നും പിള്ളേരല്ലേ പോകുന്നേ. എന്റെ പൊന്നു സാറാ, മുടിയൊക്കെ ഒരുമാതിരി കോലം കെട്ടിരിക്കുന്നുള്ളവര് ഇത് ചെയ്യുക. എങ്ങനെ? തലേ ദിവസം വേണമെങ്കിൽ ഈരിയൊക്കെ കെട്ടി നല്ല സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇരാന്നിടത്തെ ഈ ചീപ്പുകൾ നല്ലതാണ്. നമുക്കത് സെറ്റ് ചെയ്തൊക്കെ ഇടണം. നമ്മൾ അത്യാവശ്യം മുടിയൊക്കെയല്ല, മുടിയൊന്നും സാധാരണ പോലെ ആൾക്കാർ എന്ത് വിചാരിക്കുന്നുള്ളവർക്കല്ല, മുടിയൊക്കെ നല്ലോണം സെറ്റ് ചെയ്തിടണൊക്കെ ഉള്ളവർക്ക് ഈ ചീപ്പ് ഉപയോഗിച്ച് നല്ലോണം വലിച്ചീരിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് മുടി കിടക്കും. പിന്നെ അവരവരുടെ ഇഷ്ടം പോലെ കേട്ടോ മുടി. പിന്നെ ഓർണമെന്റ്സ് ആണെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള നല്ല ക്ലാസി ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇടുന്നതാണ് ഇപ്പോഴും നല്ലത്. എൻ്റെ ഇവിടെ നിന്നാവോ പറ്റുവാണെങ്കിൽ സ്വർണ്ണമൊക്കെ ഉള്ളവരാണ് ഈ സ്വർണ്ണമൊക്കെ മാറ്റിയിട്ട് ചെറിയ ഡയമണ്ടിന്റെ പെൻഡന്റ്, നല്ല ക്ലാസി ആയിട്ടുള്ള ഡയമണ്ടിന്റെ ഇത്. അല്ല അതും ഇല്ലാത്തവരാണോ ഒരുപാട് വലിയ മാലകളൊക്കെ മാറ്റി ഭയങ്കര മിനിമൈസ് ചെയ്താണ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞ ട്രെൻഡ് എന്ന് പറയുന്നത്. വളരെ മിനിമൈസ് ചെയ്താണ് ആൾക്കാർ പോകുന്നത്. അപ്പോൾ നമ്മൾ മിനിമൈസ് ചെയ്ത് പോകുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഡ്രസ്സിനും ആ ഒരു സ്റ്റാൻഡേർഡ് വേണം. സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്രസ്സിന്റെ പ്രൈസ് അല്ല, വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് നമ്മൾ ഹൈജീനായിട്ട് പോണം എപ്പോഴും. അതാണ്. അപ്പോൾ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. എൻ്റെ കയ്യിലുള്ള എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഈ ലോങ് വീഡിയോയുടെ ഈ സ്ഥാനത്ത് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഈ ലോങ് വീഡിയോ ഫ്രെയിം കണ്ടോ, ഇവിടെ ലിങ്ക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് പോകണ്ട. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ മിന്ത്രയിലോ നൈക്കയിലോ ഒക്കെ പോകും. ഈ ആപ്പുകളൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിൽ പോകും. നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാൻ പറ്റും. അല്ല ഇതിലിടാൻ പറ്റാത്ത ലിങ്ക് ആണെങ്കിൽ, അവിടെ ഇല്ലാത്തതാണെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് തരാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ.